ഹായ് ഓൾ, വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമായതുകൊണ്ട് ഇന്ന് നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പിയൊക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളും ടേസ്റ്റിയുമാണ്. അതുപോലെ നിങ്ങൾക്ക് 100% ധൈര്യമായിട്ടും സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇതിന് വേണ്ടിയിട്ട് സോക്കൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 1 മണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലം കേക്ക് സമയം കളയാതെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് കേക്കിന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. പിന്നെ ക്യാരമൽ കളറുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ക്യാരമൽ കളറൊന്നും കിട്ടാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എപ്പോഴും ക്യാരമൽ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി പഞ്ചസാര ഇതുപോലെ മെൽറ്റായി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ചേർക്കണേ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവേ. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ റേസിൻസ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സഡ് ആയിട്ട് കിട്ടുന്ന റേസിൻസ് ആണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, അത് 3 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ചെറി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓറഞ്ച് ജ്യൂസിലോ അല്ലെങ്കിൽ മുന്തിരി ജ്യൂസിലോ റമ്മിലോ വൈനിലോ ഒക്കെ ഇത് സോക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിയിട്ട് അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഫ്രഷ് ഇപ്പോൾ ഓറഞ്ചൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സ്പോഞ്ചിയൊക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇത്ര ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു. ഇനി ബ്രൗൺ ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ സാധാ പഞ്ചസാര പൊടിച്ചത് എടുക്കാം. ബ്രൗൺ ഷുഗർ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കളറും കൂടി കൂടുതൽ കിട്ടുമെന്നേ ഉള്ളൂ.
ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു രീതിയിലാണ് ചെയ്തിരുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളതിലേക്ക് കാരമൽ കളറും അതുപോലെ മാർജറിനൊക്കെയാണ് ചേർത്തിരുന്നത്. അപ്പോൾ കുറേ പേർക്കൊന്നും അത് കിട്ടാതെ വന്നു. അതുകൊണ്ട് നമ്മൾ വിൽക്കാൻ പറ്റിയിട്ടുള്ള വേറൊരു സിമ്പിൾ രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 170 ഡിഗ്രി വിശ്വസിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. മാർജറിനോ ബട്ടറോ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സോ കാരമൽ കളറോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ ആണ് ഈ ഒരു പ്ലം കേക്ക് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടിരുന്നത് 1 മാസം സൂക്ഷിക്കാവുന്ന പ്ലം കേക്കായിരുന്നു. പക്ഷേ ഈ ഒരു പ്ലം കേക്ക് 1 മാസമൊന്നും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. ഒരു 1.5 ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. കണ്ടോ, നല്ല അടിപൊളി പ്ലം കേക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് അടിപൊളി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.